Prayer makes the possible things to possible. പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരും. ലോകം പറയുന്നു നടക്കുവാൻ പോകുന്നില്ല, വൈദ്യശാസ്ത്രം പറയുന്നു സൗഖ്യമാകുവാൻ പോകുന്നില്ല. എന്നാൽ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവം പറയും, എന്റെ ദൈവത്താൽ നടക്കാൻ പോകും, ദൈവത്താൽ നടക്കാൻ പോകും. രാത്രി ഹോളിൽ വന്ന ദൈവത്തിനെ എന്റെ മുഖത്ത് നോക്കി നിനക്ക് ഗുണം പിടിക്കില്ലെന്ന് നാട്ടുകാർ മുഴുവൻ പറയുമ്പോൾ, എന്റെ കുഞ്ഞിനൊക്കെ ഗതി പിടിക്കില്ലെന്ന് അയൽക്കാർ മുഴുവൻ പറയുമ്പോൾ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ കൂട്ടായ്മക്കാർ പോലും പ്രാർത്ഥന നിർത്തുമ്പോൾ നീ പറയുക, എന്റെ വീട്ടിലേക്ക് പൊടിമേൽക്കുകയാണ്. വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിന്റെ രാത്രിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കാണ് ഒന്നും കരുതോടെ ഇറങ്ങിപ്പോകില്ല. എലിശാ പ്രവാചകൻ ഒരു ശവവുമായി പ്രാർത്ഥന മുറി കയറി ഇറങ്ങിപ്പോയത് ജീവനുള്ള ഒരു കൊച്ചുമായിട്ട്. പ്രാർത്ഥനാമുറി നിന്റെ മരണം ജീവനായി മാറ്റപ്പെടും. പ്രാർത്ഥനാമുറി നിന്റെ വിലാപം നൃത്തമായി മാറ്റപ്പെടും. പ്രാർത്ഥനാമുറി നിന്റെ സങ്കടം സന്തോഷമായി മാറ്റപ്പെടും. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഹോളി വന്ന് ആരെയും കത്ത വന്നുപോലെ മടക്കി അയക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവനോട് നടത്തിയെന്ന് കഴിയുക, സൗഖ്യത്തോട് നടത്തിയെന്ന് കഴിയുക, സന്തോഷത്തോട് നടത്തിയെന്ന് കഴിയുക. വിശ്വസിക്കുന്നവരെ കരമടിക്കുക, ശക്തിയാണ് ശക്തിയാണ് ശക്തിയുടെ കരമടിച്ച് ദൈവത്തെ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഗുരുവനാണ് ഗുരുവനാണ് സൗഖ്യത്തോടെ ശക്തിയാണ് ശക്തിയാണ് പലപ്പോഴും നമ്മളൊക്കെ ദിവസം പറഞ്ഞാൽ നിർവീചാരികളായിരിക്കാൻ കാരണം ദൈവത്തിന്റെ കരുതലോർക്കാൻ ദൈവത്തിന്റെ കരുണയോർക്കാൻ അന്യം നിമിഷം ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നു. ഓരോ സംഗതിയിലും നിങ്ങൾ ഞാൻ അത്ഭുതമായി കണക്കാക്കാത്ത വലിയൊരു അത്ഭുതം ഞാൻ പറയാം. ഉറക്കം ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നതിനെ അതിനേക്കാളും വലിയ രാത്രി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കിടക്കുന്നു 10-നോ 10:30-ക്കോ. ആരാ നിങ്ങളുടെ കൺപോളകളെ തടി ഉറക്കുന്നത്? അടുത്ത 5 മണിക്കൂർ 6 മണിക്കൂർ നിങ്ങൾ ലോകവുമായി ബന്ധമില്ലാതെയാകുന്നു. അടുത്ത പ്രഭാതത്തിൽ 5:30-ക്കോ 6-നോ 6:30-ക്കോ ആരാ നിങ്ങളെ തട്ടി ഉണർത്തുന്നത്? പക്ഷെ നിങ്ങൾ പറയും നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ്. ശരിയാ, രാത്രി ഉറങ്ങുവാൻ പോകുന്ന നിങ്ങളെയും എന്നെയും ദൈവകരം തട്ടിയാണ്. നിങ്ങളെ അപ്പൻ തട്ടിയില്ലെങ്കിൽ ഉണരും, അമ്മ തട്ടിയില്ലെങ്കിൽ ഉണരും, ഭാര്യ തട്ടിയില്ലെങ്കിൽ ഉണരും, ഭർത്താവ് തട്ടിയില്ലെങ്കിൽ ഉണരും. ദൈവത്തിന്റെ കാലത്തിന്റെ എന്നെ തൊട്ടി തട്ടിയില്ലെങ്കിൽ ഭാര്യ തട്ടി ഉണരത്തില്ല, ഭർത്താവ് തട്ടി ഉണരത്തില്ല, അപ്പൻ തട്ടി ഉണരത്തില്ല, അമ്മ തട്ടി ഉണരത്തില്ല. ഇവിടുത്തെ ഏത് ഡോക്ടർ തട്ടിയാലും നീയും ഞാൻ ഉണരുകയില്ല. പ്രഭാതം തോറും നമ്മെ തട്ടി ഉണർത്തും ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് രാവിലെ ദൈവനെ തട്ടി ഉണർത്തിയത് വിശ്വാസമുള്ള ദൈവമക്കൾ ഒരിക്കൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിവിദഗ്ധന്മാരായ എത്രയോ ഡോക്ടർമാർ പോലും ഉറക്കത്തിനിടയിൽ ലോകത്തോട് യാത്ര പറയുന്നു. ഞാൻ ഒരിക്കൽ കേരളത്തിൽ വെച്ച് ഒരു യുവാവിന്റെ മരണവാർത്ത കണ്ടു. 26 വയസ്സ് പ്രായമുള്ള യുവാവ് എവിടെയാണ്? അമേരിക്കയിൽ നിന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. 26 വയസ്സിൽ അവന്റെ വീടിന്റെ മിറ്റത്ത് ഞാൻ 2 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരെങ്ങനെ അമേരിക്കയിലെത്തി എന്നെ അതിശയിച്ചു. അതോടൊപ്പം മരണം എന്നെ അതിശയിപ്പിച്ചു. ഞാൻ സ്നേഹിതനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞ വാർത്ത എന്നെ കരയിപ്പിച്ചു. അവന്റെ വിവാഹ ഉറപ്പ് കേരളത്തിൽ നടന്നു. വിവാഹം ഇവിടെയാക്കി. എൻഗേജ്മെന്റ് ഫോട്ടോ കാണിച്ചപ്പോൾ കോൺസുലേറ്റിൽ ഇസ്രായേലിലേക്ക് ഇവിടെ വന്നു. വിവാഹം കഴിഞ്ഞു. 28 ദിവസം ഒരുമിച്ച് പാർത്തു. 28ാമത്തെ രാത്രി ഒരു ഒന്നിച്ചിറങ്ങി. ഒരു വൈഫ് നേഴ്സാണ്. രാവിലെ കൊടുത്തൊരുങ്ങി ഹോസ്പിറ്റലിൽ പോകും മുമ്പ് ഒരു കപ്പ് കാപ്പി ഭർത്താവിന് കൊടുത്ത് യാത്ര ചോദിക്കാൻ തട്ടിയതാ. അവൾ തട്ടി, പക്ഷേ ഉറങ്ങുന്നില്ല. ആ ഉറക്കം അന്ത്യനിദ്രയായിപ്പോയി. തൊട്ടടുത്ത് കിടന്ന ഭാര്യ അറിഞ്ഞില്ല. ഉറക്കത്തിനിടയിൽ ആ യുവാവി ലോകത്തോട് യാത്ര വന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രശംസിപ്പാനൊന്നുമില്ല. നീയും ഞാനുമാകുന്നത്
ദൈവത്തിന്റെ കൃപയാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, പ്രിയ ദൈവമക്കളെ, ഇവിടുന്ന് മേലോട്ട് ഉയരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡോളറല്ല, നമ്മുടെ ദിനാംശല്ല, നമ്മുടെ രൂപയല്ല. ഇവിടുന്ന് മേലോട്ട് ഉയരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉയർന്ന സ്തോത്രം. ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ നിങ്ങളെല്ലാവരുമുള്ള പ്രാർത്ഥനയോട് വികസിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ നിയമിച്ച ദൂതിലേക്ക് പ്രവേശിക്കുക. ഞാൻ ഒരുപാട് കുറവാണെങ്കിലും ഇത് രാത്രി വിശേഷ പ്രസംഗം തന്നെ നടത്തുക. അല്ലാത്ത പ്രസംഗം ഞായറാഴ്ച നൽകിയതാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം ശബ്ദത്തിൽ വായിക്കാം. ഒരിക്കൽ കൂടെ വായിച്ചാൽ നന്നായി. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവത്തിനെ ആയുധമായി ധരിക്കും. ഒരു നിമിഷം കണ്ടടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ പിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞങ്ങളെ വായിക്കുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താലോട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. രാത്രി ഈ വായിച്ച വേദഭാഗത്തോട് ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാര ശക്തികളെ ഞങ്ങൾ ഒന്നിച്ച് ശാസിക്കുന്നത് വലിയ ദൈവശക്തി രാത്രിയുടെ അറിയാറുണ്ട്. അവിടുത്തെ കരവിന്റെ രാത്രികളെ തൊടുന്ന രാത്രിയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് സ്തോത്രം പറയുമ്പോൾ അകലങ്ങളിൽ നിന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് യോഗ്യതയോടെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനകൾ നമിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരമുയർത്തുന്ന സ്തോത്രം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അഥവാ ജഡത്തിൽ കഷ്ടം അനുഭവിച്ച ക്രിസ്തു എന്ന വിഷയം നമ്മൾ ഒന്നിച്ച് പഠിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അനാദികാല നിത്യതയിൽ അനന്തോടി ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരുന്നു ക്രിസ്തു. സർവ സൃഷ്ടിക്കും ആദ്യജാതനായ ക്രിസ്തു മഹോന്നതകളെ പറ്റി മഹനീതലത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു. അവൻ ഗോശാല മുതൽ ഗോൽഗോഥ വരെയും കാലിത്തൊഴുത്ത് മുതൽ കാൽവോല വരെയും അനുഭവിച്ച പഞ്ചപ്പാടികളെയും മാനുഷികനാവാൻ വന്യമാണ്. പലവട്ടം വിശന്നു വലഞ്ഞു, പലവട്ടം ദാഹിച്ചു വലഞ്ഞു. ഒടുവിൽ രസമനായുള്ള വേദനയിൽ അവരുടെ വിയർപ്പുള്ളികൾ പോലും നിലത്തുള്ളിൽ വലിയ ചോരത്തുള്ളിക്ക് സമാനമായി മാറി. താൻ സൃഷ്ടിച്ച ഈ ഭൂമി കൂടുതേടി പറവയാകുന്നു, കുഴുതേടി കുറുമലിയും പോയപ്പോൾ തലചായിപ്പാൻ ഒരിടമില്ലാതെ സ്വന്തം തോളിന്മേൽ തലചായിച്ചുകൊണ്ട് കാലുപോയി പിടഞ്ഞു മരിച്ച ഈ കർത്താവാനാണ്. അവൻ ദൈവമാകുന്നു. ദൈവമായ ക്രിസ്തു എന്തിന്റെ ജഡാവതാരമെടുത്തു? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതിനാൽ നമുക്കെന്ത് ഗുണമുണ്ടായി? ഈ രണ്ട് രാത്രി ഇതാണ് നമ്മൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ എവിടെ ഉയർത്തുമോ ഞാൻ സകലതയും എങ്കിലേക്ക് ആകർഷിച്ചു. രാത്രി സന്തോഷമുള്ള ഒരിക്കലൂടെ ശക്തിയോടെ അത്ഭുതങ്ങൾ ചെയ്ത് അതിശയങ്ങൾ ചെയ്ത് മനുഷ്യനെ കൊണ്ട് നടക്കുന്ന നസ്രയനായ യേശുവിനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്ക് മനസ്സിലായില്ല. ഇവിടെ ചോദിച്ചു, കാറ്റും കടലും കൂടെ ഇവനെ കീഴടങ്ങണല്ലോ, ഇവന് ചിലവരെ കണ്ടുപിടിച്ചു അറിയൂടെ മകൻ ശാസ്ത്രം പഠിക്കാത്തത് തച്ചക്കൊച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ മധ്യത്തിൽ ദർശനം പ്രാപിച്ചു വരുന്നുണ്ടായിരുന്നു. അവനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ യേശുവിനെ ചൂണ്ടിവിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തിന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് പോകുന്നത്. ദർശനം പ്രാപിക്കാത്ത യേശു മറിയുടെ മകനും തച്ചക്കൊച്ചനും ഒക്കെയാണെങ്കിൽ ദർശനം പ്രാപിച്ചുള്ള യേശു ലോകത്തിന്റെ പാപമായ ആ കാലത്തുനിന്നും ഈ കാലത്തും അവിടെ ഇവിടെ നിന്നും പലരും യേശുവിനെ കുറിച്ച് അറിയുന്നതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നാട്ടിൽ ചെന്ന് യേശുവിനെ വിപ്ലവകാരിയെന്നും മഹസ്ഥാപകനെന്നും ഗുരുക്കന്മാരുമെന്നും പ്രവാചകനെന്നും ഒക്കെ പറയുമ്പോൾ ലോകത്തിന്റെ അച്ചുവാൻകളിൽ നിങ്ങൾ ചെല്ലും. വേദപുസ്തകം ജോടിയെ തുടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഇങ്ങനെ പറയും, നിങ്ങൾ പറയുന്ന വിപ്ലവകാരി, നിങ്ങൾ പറയുന്ന മതസ്ഥാപകൻ, അവൻ ഞങ്ങളെ വീണ്ടെടുത്തതാണ്, അവൻ ഇവിടെ രക്ഷിതാവ്. യേശു കർത്താവ് രക്ഷിതാവെന്ന് പറയുവാൻ, വീണ്ടെടുക്കുക എന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചുഴിയക്കാലത്ത് ഉപയോഗിക്കാൻ നിന്റെ പ്രിയനല്ല,
യേശുവായ അവൾ പറയും, എന്റെ പ്രിയൻ വൺമയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 എബ്രായബാലന്മാരോട് ചോദിക്കുക, നിനക്ക് യേശുവിനെ പരിചയമുണ്ടോ? എബ്രായബാലന്മാരുടെ മറുപടി, താറ്റയെ പോലെ പൊരിച്ചു കൊല്ലുവാൻ നെബൂഖദ്നേസർ ഞങ്ങളെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ തീയുടെ ബലം കെടുത്തി ഞങ്ങളെ വിടുവിപ്പാൻ ഒരുവൻ ഇറങ്ങി വന്നു. അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ഇരിക്കുന്നു. ഈ പാലിൽ പാർക്കുന്ന ദൈവം എന്നോട് യേശു ആരെന്ന് ചോദിച്ചാൽ അവൾ പറയും, ചൂടുന്ന ശോധന വേളയിൽ കൂടെ വന്ന് ചൂടയിൽ ചേർന്ന് നമ്മെ വിടുവിക്കുന്ന വിടുതലിന്റെ ദൈവമാണ് യേശു. ഈ കൺവെൻഷന്റെ 1-ാം വ്യാപ്തിയിൽ ഇവിടെ വന്ന ദൈവത്തിനുடைய പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിനെ നിന്നെ തീക്കകത്തിടാതെ വിടുവിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. എന്നാൽ തീയുടെ ബലം കെടുത്തി നിന്നെ വിടുവിപ്പാനും അവൻ ശക്തിയുള്ളവനാണ്. സിംഗപ്പൂട്ടിൽ ഇടാതെ വിടുവിപ്പാന്റെ കർത്താവിന് കഴിയും. എന്നാൽ സിംഗങ്ങളുടെ വായനശത്തിനെ വിടുവിപ്പാനും അവൻ ശക്തിയുള്ള കർത്താവാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. വരാതെ കാക്കാനവന് കഴിയും, ക്യാൻസർ വരാതെ കാക്കാനവന് കഴിയും, ഡയബറ്റീസ് വരാതെ കാക്കാനവന് കഴിയും, ബ്ലഡ് പ്രഷർ വരാതെ കാക്കാൻ കഴിയും. എന്നാൽ ക്യാൻസറിന്റെ വായുണ്ട്, ഹാർട്ട് അറ്റാക്കിന്റെ വായുണ്ട്, ബ്ലഡ് പ്രഷറിന്റെ വായുണ്ട്, നിന്നെ വലിച്ചെടുക്കുവാനും അവൻ ശക്തിയുള്ളവനാണ്. വിജയിക്കുന്നതിന് സ്വന്തം പറയാം. യേശു കർത്താവ് ആരാണ്? ദൈവസഭയോട് ചിലവർ പറയും, വലിയ പ്രിയ 10,000 ശേഷം അവനപ്പോൾ പറയാൻ ഒരാളുമില്ല, അവനെപ്പോൾ ആരാധ്യനാരുമില്ല. ഒരു സന്തോഷമുണ്ട് രാത്രി അറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ CD ആരെങ്കിലും കേൾക്കാനുണ്ടല്ലേ? CD ആർക്കെങ്കിലും കിട്ടി അവർക്ക് പ്രയോജനപ്പെടണം. അതുകൊണ്ട് ഈ നില ഞാൻ പ്രസ്താവിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഷയത്തിൽ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഇവിടുത്തെ പുതിയ സഭകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞങ്ങളല്ലെന്ന്. എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് അറിയാമോ? നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവർ പറഞ്ഞ ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ വേറെ ആളുകളാണ്. ശരിയാ, നമ്മളാ പ്രശ്നം ഉണ്ടാക്കുന്നേ. കാരണം എന്തറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഷപ്പൊരിക്കെങ്കിലും പറഞ്ഞു, എല്ലാ റോഡും റോഡിലേക്കെന്ന പോലെ എല്ലാ വഴിയും ദൈവത്തിലേക്കാണ്. ശിവന്റെ ശൂലവും മുഖംനവിയുടെ ചന്ദ്രക്കരയും യേശുക്രിസ്തുവിന്റെ പുരുഷനും ഒന്നാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, വലിയൊരു ഡിഗ്രിയിലൊക്കെ ഒരു വലിയ വിഷപ്പ് പറഞ്ഞു, നമ്മുടെ ആശ്വാസം ഇങ്ങനെ മാറ്റിയിടണമെന്ന്. ഓം പിതാവായ നമഃ, ഓം പുത്രായ നമഃ, ഓം പരിശുദ്ധാത്മായ നമഃ. ഞാൻ കേരളം മുഴുവൻ 10,000 ഉദ്ദേശിച്ചു പറയാനുണ്ട്. ഇവിടുത്തെ ഏതെല്ലാം വിഷപ്പും ഏതെല്ലാം തിരുമേനിയും ഏതെല്ലാം വലിയ മക്കളാരും ഏതെല്ലാം പാസ്റ്ററും എന്ന് പറഞ്ഞാലും വീണ്ടെടുക്കപ്പെട്ട ഇവിടെയുള്ള കാലത്തോളം നമ്മുടെ പോക്കിൽ ശ്വാസമുള്ള കാലത്തോളം നമ്മൾ വിളിച്ചു പറയും, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പല വഴികളിൽ ഒരു വഴിയല്ല, അവൻ പല മാർഗങ്ങളിൽ ഒരു മാർഗമല്ല, അവൻ ഏകമാർഗമാണ്. അവൻ പല രക്ഷിതാക്കളിൽ ഒരു രക്ഷിതാവല്ല, അവൻ ഏകരക്ഷിതാവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ എടുക്കാൻ പോയില്ല. ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്കും മുകളിൽ രക്ഷപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമത്തിൽ പറയുവാൻ തന്റെ മക്കൾ ഈ രാത്രി ദൈവത്തെ സർവ്വതയാണ്. പറയാനധികം നമ്മൾ വിളിച്ചിരിക്കുന്നു, അത് പറയാനധികം നമ്മൾ വിളിച്ചിരിക്കുന്നു. ജീവൻ പോയാലും നമ്മൾ വിളിച്ചു പറയണം. സന്തോഷത്തോടെ കൈവർത്തി പുസ്തകമാണ്. ഈ ലോകത്തിന്റെ എല്ലാ സ്ഥാനം വരുന്ന മുസ്ലിം മതസ്ഥരും നമ്മുടെ നാട്ടിലെ യഹോവ സാക്ഷികൾ എന്നുള്ള സാക്ഷികളുണ്ട്. അവരും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുക. അവർ പറഞ്ഞ പല രക്ഷിതാക്കളുടെ ഒരു രക്ഷിതാവാണ് യേശു, പല മതസ്ഥാപനങ്ങളുടെ മതസ്ഥാപനാണ് യേശു, പല ദൈവങ്ങളുടെ ദൈവമാണ് യേശു. യേശു ദൈവമെന്ന് അംഗീകരിക്കുന്നില്ല, പല പ്രവാചകന്മാരും യേശു ദൈവമേ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ വേദപുസ്തകം എന്താ പറഞ്ഞാൽ? നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും, നിങ്ങളും പറയാം, ഞാനും പിതാവും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വേറെ ഞാൻ ഒന്നിട്ട് വന്ന് ആദ്യം വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ജലപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചത് അവൻ സർവത്തിനും ഇതേ അത് പറയാമോ മഹാദൈവം തന്നെ. മഹാദൈവം തന്നെ വിധോസത്തെ പ്രകടനം 2-ാം അധ്യായം വാക്യത്തിലുണ്ട്. മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു. യേശു കർത്താവിന്റെ ദൈവമെന്ന് പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ വെറുതെ പറയില്ല. രാജ്യം തെളിയിക്കാൻ പോകാൻ നമ്മുടെ ദൈവം ദൈവമാണ്. ചുമ്മാ തെളിയിച്ചു വിടുകയല്ല, അവരുടെ രാത്രി നിനക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് തെളിയിക്കും. ഈ ഹാളിൽ നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ദൈവം നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം ചില പ്രവർത്തികളോട് ചെയ്യാൻ പോകും. ചില പ്രവർത്തിയോടെ ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങളുടെ രാത്രിയോടെ പ്രസംഗം കേൾക്കാനല്ല ഇരിക്കുന്നത്, ഒരു വിടുതൽ അനുഭവിക്കാനുള്ള തടഞ്ഞു വെച്ച നിങ്ങളുടെ നന്മയുടെ ഉറവകളെ ഈ രാത്രി എന്ന ദൈവം തുറക്കുന്ന രാത്രിയാകാൻ കഴിയാം. തുറക്കുന്ന രാത്രിയാൻ കഴിയാം. വിശ്വസിക്കുന്നവർ കലപിടിച്ച് ദൈവത്തെ ശ്രമിച്ചാണ് പിശാച് തടഞ്ഞു വെച്ച നന്മയുടെ ഉറവകളെ യേശു ക്രിസ്തു ദൈവമാണ്. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. Colossians chapter 2:9. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. യെസ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരും യേശുവിന് അല്ല പറഞ്ഞ പോലെ സാത്താൻ കേൾക്കെന്ന് പറഞ്ഞ് എന്റെ യേശുവിനെന്ന് കൈവപ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ യേശുവിന്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി ആരിൽ നമ്മുടെ കർത്താവ്. അതായത് ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവത്തിന് മാത്രമുള്ളതും മറ്റാർക്കുമില്ലാത്തതുമായ 4 സ്വഭാവ ഗുണങ്ങളുണ്ട്. ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻസ് ഓഫ് ഗോഡ്. ഇനിയും ഞാൻ പറയുന്ന 4 ഗുണം ആരിലുണ്ടോ അയാൾ ദൈവമാണ്. അതില്ലാത്തത് ദൈവമല്ല. അപ്പം ഈ 4 ഗുണം കർത്താവിലുണ്ടോ എന്ന് കഴിഞ്ഞാൽ യേശു കർത്താവ് ദൈവമാണ് തെളിയും. അത് തെളിയിച്ചിട്ട് നമ്മുടെ കർത്താവ് എന്തിനോട് വന്നത് ഞാൻ പറയും. ഒന്ന്, ദൈവത്തിന് മാത്രമുള്ള 4 ഗുണം. ഒന്ന്, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവത്തെ ആരും നിർമ്മിച്ചതാകരുത്. ദൈവം സ്വയംഭൂ ആയവരും ദൈവം സകലത്തെയും നിർമ്മിച്ചവരായിരിക്കും. 2, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവജ്ഞാനി ആയിരിക്കും. സൃഷ്ടിയുടെ സകല വേദനകളും പരിഹരിക്കുവാൻ കഴിവുള്ളവരായിരിക്കണം സൃഷ്ടിതാവ്. സൃഷ്ടികളാൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഉള്ളവനാകരുത് സൃഷ്ടിതാവ്. 3, പിന്നെ പഠിക്കാം. ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവവ്യാപിയായിരിക്കണം. യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കണം. 4, ദൈവം ദൈവമാകണമെങ്കിൽ ദൈവം സർവശക്തനായിരിക്കണം. അങ്ങനെ പറഞ്ഞത് സൃഷ്ടിയുടെ സകല വേദനകളും പരിഹരിപ്പാൻ കഴിവുള്ളവനായിരിക്കും. മനസ്സിലായ ഒരിക്കൽ കൂടെ ശക്തിയോടെ നമുക്ക് ആവർത്തിക്കാം. എന്തൊക്കെയാ ദൈവത്തിന്റെ ക്വാളിഫിക്കേഷൻ? ഒന്ന്, ദൈവം സ്വയംഭൂയമാണ്. ഒന്ന്, ദൈവത്തെ ഞാൻ നിർമ്മിച്ചതാകരുത്. ദൈവം സ്വയംഭൂവായാണ്. 2, ദൈവം സർവജ്ഞാനിയായിരിക്കണം. 3, ദൈവം സർവവ്യാപിയായിരിക്കണം. 4, ദൈവം സർവശക്തനായിരിക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എന്തിനാ ദൈവം സർവജ്ഞാനിയായിരിക്കേണ്ടത്? ലോകത്തിൽ ഏതാണ്ട് 5000-ഓളം ഭാഷയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ രസമുള്ള പ്രസംഗമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ ദൈവശക്തി ആവശ്യമാണ്. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കും, തമിഴിൽ പ്രാർത്ഥിക്കും, തെലുങ്കിൽ പ്രാർത്ഥിക്കും, കന്നഡ പ്രാർത്ഥിക്കും, അറബി പ്രാർത്ഥിക്കും, ഹീബ്രു പ്രാർത്ഥിക്കും. അപ്പൊ ഇതെല്ലാം ദൈവം തമ്പുരാന്
കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ദൈവം തമ്പുരാന് തിരിയണം. തിരിഞ്ഞാൽ മാത്രം പോരാ, പ്രൊസന്റിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം. ദൈവം സർവജ്ഞാനി. ദൈവം തമ്പുരാൻ സർവജ്ഞാനിയായിരിക്കണം. ഞാനുണ്ട് വേദപുസ്തകം പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മാർവലയായി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. സന്തോഷത്തോടെ സ്തോത്രം പറയും. യേശു മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത്, ലോകത്ത് 5000 ഭാഷയുണ്ട്. 5000 ഭാഷ. 5000 ഭാഷ അറിയാവുന്ന ഏത് മധ്യസ്ഥനാണുള്ളത്? സ്വതന്ത്രം. ഒരു ചെറിയ ഉദാഹരണം പറയാം. പുറത്തുനിന്ന് ആയിരിക്കില്ലല്ലോ, എങ്കിലും നിങ്ങൾ മറ്റുള്ളവർ പറയാൻ മതി. അതായത് നമ്മുടെ നാട്ടിൽ പറ്റും യേശു നമ്മ മറിയോട് ആരാധിക്കാൻ, മറിയോട് പ്രാർത്ഥിക്കാൻ. യേശു നമ്മ മറിയെ നമ്മൾ ആദരിക്കുന്നു, പക്ഷെ ആരാധിക്കുന്നില്ല. യേശു നമ്മ മറിയോട് പ്രാർത്ഥിക്കുന്നു, പത്രോസിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യൂദാസ്ലീഹോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പോഷത്തെ ഞാൻ മനസ്സിലാക്കിയത്, അതായത് യേശുവിൽ നമ്മ മറിയോ പത്രോസോ യൂദായോ ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭൂമിയിൽ മലയാളം എന്നൊരു ഭാഷ ഇല്ലായിരുന്നില്ല, തമിഴില്ല. അപ്പൊ മലയാളം എന്നൊരു ഭാഷ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറിയാമ്മച്ചിയോട് മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ അവർക്കാണ് അറിയുന്നത്. സംഭവ സത്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഉപദേശി മകത്തായ 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, പക്ഷെ ഒത്തിരി ഉപയോഗിക്കപ്പെടുന്ന ആളാണ്. ഇവിടെ എന്റെ അച്ചായനും യോഗങ്ങളുണ്ട്, അവിടെ ഒത്തിരി യോഗങ്ങളെ സംബന്ധിച്ചാറുണ്ട്. അവർക്ക് ഒരുപക്ഷെ ആളിനെ അറിയാം. മഹത്തായ 2ാം ക്ലാസ്സുണ്ട്, പക്ഷെ ഒത്തിരി ആളുകൾ പുള്ളി ആഗ്രഹിക്കും വിദേശത്ത് ഒരു വിദേശ യാത്ര. ഒത്തിരി പേരോട് പുള്ളി ഇങ്ങനെ വിസ എടുക്കണം. അവസാനം ദോഹയിലേക്ക് ഒരാൾ വിസ എടുത്തു. വിസ എടുത്തപ്പോൾ അതിനകത്ത് എഴുതിയിരുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. പുള്ളി ആദ്യമായി വിദേശയാത്ര ഇല്ല. ഞാനിപ്പോൾ വേദമുള്ള പുള്ളി തന്നെ പറഞ്ഞത് കേട്ടോ. പുള്ളി കയറിയപ്പോൾ ഒരു ടൈം എടുത്ത് കെട്ടിക്കൊടുക്കാനായിട്ട് ഫോട്ടോട്ടുണ്ട്. അതുകൂടി ഇട്ടപ്പോഴത്തേന് പുള്ളി പറയാൻ തുടങ്ങി. ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുക, എയർ ഹോസ്റ്റസിനെയൊക്കെ കണ്ടപ്പോൾ ഇതായി. എന്തിനു പറയുന്നു? പുള്ളി കയറിയോടെ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. അവിടെ ചെന്നിറങ്ങുമ്പോ എത്ര ആഴ്ചത്തേക്കാ വിസ എന്ന് ചോദിക്കും. ഉടനെ 1 വീക്ക് എന്ന് പറഞ്ഞിരിക്കണം. ഒരാഴ്ച. ഈ പാവപ്പെട്ടവൻ 1 വീക്ക് കാണാതെ വിളിച്ചു. എയർപോർട്ടിലോട്ട് ഇറങ്ങി അവിടെ ആദ്യമായിട്ട് അറിഞ്ഞില്ലയോ. അവിടെ ചെന്നപ്പോ കണ്ണാടി കൂട്ടി പോയിട്ടോട്ട് ഇറങ്ങി അറബി ഇന്നത്തെ കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക. അവൻ ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം? പുള്ളി പറഞ്ഞു 1 വീക്ക് ആണ്. ഭാഷയറിയാൻ ഇങ്ങനെ വരും. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് തിരിയും. അങ്ങനെ രാത്രി ഇവിടെ വന്ന ദൈവമല്ലേ, നീ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും, നീ തമിഴിൽ പ്രാർത്ഥിച്ചാലും, നീ തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും, നീ കന്നഡയിൽ പ്രാർത്ഥിച്ചാലും, ഭാഷയൊന്നുമില്ലാതെ നെടുവെടുപ്പുകൾ മാത്രം സ്വർഗത്തിലേക്ക് അയച്ചാലും ഉത്തരം തരാൻ കഴിവുള്ള ദൈവമുണ്ട്. അവനെയാണ് നാം ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ശക്തിയോടെ ദൈവത്തെ വളരെ ഇഷ്ടമുള്ള 2 വാക്യം ഞാൻ പറയാം. ഒന്ന് വാക്യം എടുക്കണ്ട, രണ്ടെടുത്ത് കുഞ്ഞിനെടുന്ന എന്റെ മുഖം നോക്കാൻ പറ്റില്ല. 38-ാം സങ്കീർത്തനം ഇതിലൊരു വാക്യം, 8-ാം വാക്യമാണ്. എന്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ ഞാനൊക്കെ നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരത്തിനെ ഞാനക്കമറിയാത്തപ്പോഴും, നിന്റെ അടുത്തിരിക്കുന്ന സഹോദരത്തിനെ ഞാനക്കമറിയാത്തപ്പോഴും, നിന്റെ ഞാനക്കമറിയുന്നവൻ ഇതിലാക്കിവിടെ കൊണ്ടുവന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വാക്യം 12-ാം സങ്കീർത്തനം 5-ാം വാക്യമാണ്. ഇളയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദരിദ്രന്മാരുടെ ദീർഘവിശ്വാസം. ദീർഘവിശ്വാസം നമ്മുടെ ദൈവശക്തി ഉയർത്തി പ്രാർത്ഥിക്കണം. ശബ്ദമെടുക്കുവാൻ കഴിയാതെ നെടുവെടുപ്പുകൾ മാത്രം സ്വർഗത്തിലേക്ക് അയച്ചാലും
അവൻ നിന്റെ നെടുവീർപ്പുകൾക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. അവൻ നിന്റെ ഞരക്കത്തിന് ഉത്തരം തരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നില്ലോ? രാത്രി ഹോളിൽ വന്നാൽ പോകണം. നിന്റെ എളുപ്പമാണോ എന്നുള്ളത്, നിന്റെ അടക്കത്തോടാണോ എന്നുള്ളത്, നിന്റെ ഒട്ടരത്തിലേക്ക് സഹോദരിയോ, നിന്റെ ഒട്ടരത്തിലേക്ക് സഹോദരനോ, നിന്റെ ഉയരത്തിനെ അടക്കമറിയുന്നതായിരിക്കാം, അടക്കമറിയുന്നത് നിന്റെ വന്നിട്ടുണ്ട്. എന്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ ഞാനൊക്കെ നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ശക്തിയോടെ കരമേറ്റ അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് ദൈവമാകണമെങ്കിൽ ദൈവം സർവജ്ഞാനായിരിക്കണം. രണ്ട്, ദൈവം സർവ വ്യാപിയായിരിക്കണം. ഒരു ദൈവം സർവശക്തനായിരിക്കണം. ഇത് സർവവ്യാപി എന്ന് പറഞ്ഞാൽ ആകാശത്ത് വെച്ച് പ്രാർത്ഥിച്ചാലും ആഴിക്കടിൽ വെച്ച് പ്രാർത്ഥിച്ചാലും ഇറങ്ങി വരാൻ കഴിവുള്ളവനായിരിക്കും. മനസ്സിലാകുന്നവർ ശക്തിയോടെ ദൈവത്തിന് സ്വാതന്ത്ര്യം. ഇതൊക്കെ കേട്ടാൽ നമുക്ക് തുള്ളാൻ തോന്നില്ലേ? നീ എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും എപ്പോൾ പ്രാർത്ഥിച്ചാലും ഇറങ്ങി വരാൻ കഴിവുള്ള ദൈവമാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, ആകാശം എന്റെ വിരിമാറുന്ന ദൈവത്തിന് പ്രശ്നമല്ല, ആരുടെ അടിത്തട്ടിന്റെ ദൈവത്തിന് പ്രശ്നമല്ല, മെഡിക്കൽ കോളേജിന്റെ ICU വാർഡ് ഒരു വിഷയമല്ല, കാരാഗ്രഹം ഒരു വിഷയമല്ല. എവിടെ പ്രാർത്ഥിച്ചാലും അവിടെ അവൻ ഇറങ്ങി വരുന്ന ദൈവം. നിങ്ങളൊക്കെ വെല്ലുവിളിച്ച് പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കയറി വരുന്ന ഫ്ലൈറ്റ്, നമ്മുടെ കയറി വരുന്ന ഫ്ലൈറ്റ് ഉണ്ടല്ലോ, 40,000 അടി 45,000 അടി ഉയരത്തിലാണ് നടക്കുന്നത്. 40,000 അടി 60,000 അടിയൊക്കെ ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റ് ആകാശത്ത് വെച്ച് തകരുമെന്ന് കണ്ടാൽ അതിനകത്തിരിക്കുന്നത് പാവപ്പെട്ട ദൈവവേദന നിലവിളിച്ച ആൾക്കാരെയാണ്. ആകാശം കയറി ആ ഫ്ലൈറ്റിലെ ശാശ്വത ഭുജമിട്ട് അതിനെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അങ്ങനെ നീ സേവിക്കുന്നു. അനന്തമജ്ഞാതമണിയുമായി കിടക്കുന്ന മഹാസമുദ്രം പോകുന്ന കപ്പൽ അവിടെ വെച്ചത് വരുന്നത് കണ്ടാൽ അങ്ങനെ ചുറ്റപ്പെടുന്നൊരു പാവപ്പെട്ടതേ സഹോദരൻ പ്രാർത്ഥിച്ചാൽ ആ വലിയ സമുദ്രത്തിലേക്ക് ചാടി ഇറങ്ങിയ കപ്പലിനെ വിടിവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ അവനാ നീ സേവിക്കുന്നത്. ശക്തിയോട് നേരിടുന്ന സ്വാതന്ത്ര്യം വിശ്വസിക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. എന്റെ ദൈവത്തിന് നേരം വിഷയമല്ല, എന്റെ ദൈവത്തിന് ദൂരം വിഷയമല്ല. ഇസ്ഹാക്കിന് വേണ്ടി അവൻ മലമുകളിൽ ഇറങ്ങി വന്ന ദൈവമാണ്. എന്നാൽ ഇസ്മായിലിന് വേണ്ടി അവൻ മരുഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവമാണ്. രാത്രി ഒരിക്കൽ കൂടെ ഞാൻ നിന്നോട് ദൈവാത്മാവിൽ പറയുന്നു, മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിന്റെ ദൈവത്തിന്റെ വിഷയമല്ല, കാരാഗ്രഹത്തിന്റെ ദൈവത്തിന്റെ വിഷയമല്ല, ദൈവത്തിന്റെ വിഷയമല്ല. നിന്നെ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നു, നിന്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ തുടങ്ങുന്നു, നിന്റെ ഭാര്യ ഓപ്പറേഷനിൽ പ്രവേശിപ്പിക്കുന്നു. നിനക്ക് ആഗ്രഹമുണ്ട് അതിനകത്ത് കിടന്ന് കൈ പിടിച്ചൊരു ആശ്വാസമാക്കുന്നവയാണ്. പക്ഷെ ഡോക്ടർമാർ വിടില്ല. ഒരുപക്ഷെ എന്റെ മകൻ ദൂരെയായിരിക്കാം, മകൾ ദൂരെയായിരിക്കാം, അപ്പൻ ദൂരെയായിരിക്കാം, അമ്മ ദൂരെയായിരിക്കാം. ഒരു ദിവസം ഫോൺ കോൾ വരുന്നു, അപ്പന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, കുഞ്ഞിന് സുഖമില്ല, പ്രാവിലുള്ള ഒരു ചിറകുള്ള പറന്നവിടെ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയത്തില്ല. നല്ലൊരു രാത്രി ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ
നിനക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്തത് കടന്നു ചെല്ലുവാൻ കഴിവുള്ളവരെല്ലാം ഈ സ്തോത്രം പറയാൻ തുടങ്ങിയാൽ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിനക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്തത് നിനക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്തത് ഓരോന്ന് സാധിക്കും കടന്നു ചെല്ലും. ഇന്ന് രാത്രി സ്തോത്രം പറയുമ്പോൾ അനുസരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ആക്രമണങ്ങളും അകലങ്ങളും വിശ്വസിക്കുന്ന ശക്തിയോടെ ഇവർക്ക് സ്തോത്രം പറയുന്നു. സന്തോഷത്തോട് സ്തോത്രം. നീ സേവിക്കുന്നതിന്റെ കർത്താവിന് പ്രപഞ്ചത്തോട് കൽപ്പിക്കാൻ അധികാരമുള്ളത്. നീ സേവിക്കുന്ന ദൈവത്തിന് പ്രകൃതിയോട് കൽപ്പിക്കാൻ അധികാരമുണ്ട്. നീ സേവിക്കുന്നതിന്റെ കർത്താവിന് നിന്റെ മേലധികാരികളോട് കൽപ്പിക്കാനോ അധികാരമുള്ളത്. ഓ ഒരാ ശക്തിയോട് പ്രസംഗിച്ചാണ് പറയുന്നത്. എവിടെ പ്രാർത്ഥിക്കുമോ അവിടെ ഇറങ്ങി വരുന്ന ദൈവം. ദൈവമാണ് ഈ ദൈവം സർവശക്തൻ. പറഞ്ഞ സൃഷ്ടിയുടെ സകല വേദനകളും പരിഹരിക്കുന്നത്. നാല് കാര്യങ്ങൾ പഠിക്കാൻ പോയാ നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് നാട്ടിലൊന്നും ഇപ്പം പ്രസംഗിക്കാൻ പറ്റില്ല. നാട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചിലതല്ല ദേവ പ്രശ്ന പരിഹാര ക്രിയ. ദേവ പ്രശ്ന പരിഹാര ക്രിയ. അപ്പൊ ദേവന് ഇതൊന്ന് പറഞ്ഞു ദേവന് പ്രശ്നം പരിഹരിക്കേണ്ടതല്ല മനുഷ്യരെ. കേരളത്തിൽ വലിയൊരു ദൈവത്തെ കുറിച്ച് എഴുതിയിരുന്നു. പുള്ളിക്കാരന് ചൂടുവെള്ളം കൊണ്ട് കഴിയപ്പോൾ ചൈതന്യം പോയത്. ചൂടുവെള്ളം കൊണ്ട് കഴിയുമ്പോൾ ചൈതന്യം പോയി. ഞാൻ പറഞ്ഞു ഞാൻ സേവിക്കുന്ന ദൈവം തീക്കകത്ത് ചാടി ഇറങ്ങുന്ന ദൈവമാണ്. അങ്ങനെ ചൈതന്യമൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അവിടെ നോക്കിയിട്ട് ഈ മേശയുടെ കാലൊടിഞ്ഞാൽ ആശാരി വിചാരിച്ച നന്നാക്കാം. ആശാരിയുടെ മേശ ഉണ്ടാക്കിയത്. പക്ഷെ ആശാരിയുടെ കാലൊടിഞ്ഞാൽ മേശയ്ക്ക് നന്നാക്കാൻ പോകും. സൃഷ്ടിതാവിന് മാത്രമേ സൃഷ്ടിയുടെ വേദന ഞാനായിട്ട് വിളിച്ചു പറയാണ്ട് നിനക്ക് ആവശ്യം പ്രശ്നകാരിയായിട്ട് ദൈവത്തെയല്ല. നിനക്ക് ആവശ്യം നിന്റെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൈവത്തെയാണ്. ഭാഗ്യവശാലി ദൈവത്തെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമുയർത്തി ഒന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തു സൃഷ്ടിയാവോ വായിക്കാം. ക്രോസ് ലേഖനം 1-ാം അധ്യായം 14 വാക്യങ്ങൾ. എല്ലാവരും ക്രോസ് ചാപ്റ്റർ 1:14. സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. നമുക്ക് ഒന്നിച്ചൊന്ന് പാടാം. ഒന്ന് വായിക്കാം. ഒന്ന് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ചു ഞങ്ങൾ വായിക്കാം. നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അടുത്തത് ശ്രദ്ധിച്ചേ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും അധികാരമാകുന്നു. അടുത്തത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ ആ കയ്യെത്തിക്കൊണ്ടുവരാ സാക്ഷരങ്ങളോ അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവൻ നായകവും സകലവും സൃഷ്ടിക്കപ്പെട്ടു. രാത്രിയോട് വന്ന ദൈവത്തിന്റെ അകത്ത് ജീവനുണ്ടെങ്കിൽ ഈ രാത്രിയുടെ അന്ധകാര ശക്തികൾക്ക് പൈശാചിക സേവനങ്ങൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയണം. സിംഹാസനമാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും 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 എന്റെ കർത്താവിന്റെ സൃഷ്ടിക്കപ്പെട്ടു.
സകലവും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കും. പോരാകുന്ന കരവയത്തിന് സ്വാഭാവം. ഇത് പ്രിയപ്പെട്ടവരെ, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ഞാൻ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ മനസ്സിലാക്കണം, നിന്റെ ദൈവമായ ആദ്യമായി ഈ രാജ്യത്ത് ഞാൻ കാലുകൊടുക്കുമ്പോൾ ദൈവത്തെ ഞങ്ങളുടെ നിങ്ങൾക്ക് വലിയ യോഗങ്ങൾ പ്രസംഗിച്ചോളി ഐക്യങ്ങളുണ്ട്. എന്റെ കയ്യിലെ പുസ്തകത്തിൽ ഗ്രേറ്റ് ബ്രിട്ടന്റെ ബൈബിൾ പ്രസംഗി ബൈബിൾ പുസ്തകമുണ്ട്. ജാതികൾ തുലാക്കട്ടയിൽ ഒരു തുള്ളി പോയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചാണ് ഇതാ ജാതികൾ തുലാക്കട്ടയിലെ ഒരു തുള്ളി ഓടിയിരിക്കുന്നു. എഴുതിയിരിക്കുക ഗ്രേറ്റ് ബ്രിട്ടനും അതിലെ സകല സമ്പാദ്യവും എന്റെ കർത്താവിന്റെ മുമ്പിൽ ഒരു തുള്ളി. അമേരിക്കയും ഇതിലെ സകല സമ്പാദ്യങ്ങളും എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു തുള്ളി, ഒരു കണിക. ദൈവനോടുള്ള മകനെ, ഈ രാജ്യവും ഇതിലെ സകല ഡോളറും സകല സമ്പത്തും എന്റെ മുമ്പിൽ ഒരു കണികയാണ്, ഒരു തുള്ളിയാണ്. നീ സേവിക്കുന്നവൻ ഇതിന്റെ ഉടമസ്ഥനായവനെയാണ്. എന്റെ ദൈവനോട് പറഞ്ഞു, ഡോളർ കാണുമ്പോൾ നിന്റെ ദർശനം വന്നരുത്, മെസ്സേജിൽ വെള്ളം ചേർക്കരുത്. ഞാൻ നിന്നോട് പറയുന്നതൊക്കെ നീ പറഞ്ഞോളാം. കാരണം ഇത് മുഴുവൻ എന്റെ മുമ്പിൽ ഒരു തുള്ളിയാണ്. നിങ്ങളെ കേട്ടോടൊക്കെ ചോദിക്കേ, പ്രസംഗിക്കാൻ കേൾപ്പോൾ ഞാൻ പറയും, പ്രസംഗം കയറിയാൽ എനിക്ക് ഹൂസ്റ്റനാണോ ഡാളസാണോ ന്യൂയോർക്കാണോ എന്ന് ഞാൻ നോക്കില്ല. നിങ്ങളുടെ മുഖം തെളിയുന്നതും എനിക്ക് പ്രശ്നമല്ല. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ പ്രസംഗങ്ങളിലൊക്കെ കയറുമ്പോൾ നീ ജനത്തിന്റെ മുഖത്ത് നോക്കിയല്ല പ്രസംഗിക്കണം, എന്റെ മുഖത്ത് നോക്കി പ്രസംഗിക്കണം. ഞാൻ ഇറങ്ങിയവരോട് നീ എന്റെ മുഖത്ത് നോക്കി പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, 7ാമത്തെ വയസ്സിലാണ് എന്റെ പിതാവിന്റെ ഓർമ്മ നിത്യനാട്ടിലേക്ക് പോയത്. എന്റെ 7ാം വയസ്സിൽ എന്നെ വിട്ട് എന്റെ പിതാവ് പോയെങ്കിലും അന്ന് മുതൽ എന്റെ കരത്തിൽ ഒരു കരം കളർന്നിട്ടുണ്ട്. കർത്താവിന്റെ കരം. ഞാൻ എവിടെ പ്രസംഗിക്കാൻ ചെന്നാലും മനുഷ്യന്റെ മുഖത്തേക്ക് ഞാൻ നോക്കില്ല, എന്റെ കർത്താവിന്റെ മുഖത്തേക്ക്. മനുഷ്യന്റെ മുഖം തെളിയുന്നത് എനിക്ക് പ്രശ്നമേ അല്ല, എന്റെ ദൈവത്തിന്റെ മുഖം തെളിയുന്നതാണ് എനിക്ക് പ്രശ്നം. എന്നോട് സന്തോഷത്തോടെ നീ സേവിക്കുന്ന ദൈവം, നീ സേവിക്കുന്ന ദൈവം സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും 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 അവൻ മുഖാന്തരമുള്ളവായതാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞാൽ പ്രിയനേ Oh
അപ്പൊ വിശുദ്ധ ബൈബിൾ വെളിപ്പെടും നമ്മുടെ കഥ വായിച്ചു കേട്ടോ. അപ്പൊ യേശുക്രിസ്തു സൃഷ്ടിയാണോ സൃഷ്ടിതാവാണോ? എന്താ വായിച്ചത്? സിംഹാസനങ്ങളാകട്ടെ, ആഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മൂക്കാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ശക്തിയോടെ വ്യക്തമായി പറഞ്ഞാൽ ശ്രദ്ധിച്ചു. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നാം നിർമ്മിച്ച ദൈവമല്ല, നമ്മെ നിർമ്മിച്ച ദൈവം. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ കൈവേലയല്ല, നാം അവന്റെ കൈവേലയാണ്. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നാം ചുമക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്ന ദൈവമാണ്. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നാം സൂക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ദാനം കൊണ്ട് ജീവിക്കുന്നവനല്ല, നമുക്ക് സകലവും ദാനമായി തരുന്ന ദൈവമാണ്. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തവാദിയല്ല, നമുക്ക് രക്തം നൽകി നമ്മൾ ഏറ്റുവാങ്ങുന്ന ദൈവമാണ്. നീ സേവിക്കുന്നതയോ നീ സൂക്ഷിക്കുന്നവനല്ല, നിന്നെ സൂക്ഷിക്കുന്നു. നീ ചമക്കുന്ന ദൈവമല്ല, നിന്നെ ചമക്കുന്ന ദൈവമാണ്. നിന്റെ ദാനം കൊണ്ട് കഴിക്കുന്നവനല്ല, നിനക്ക് ദാനമായി ശക്തിയോട് 7 പുസ്തകങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. 7 പുസ്തകം. അതിലൊരു പുസ്തകമാണ് ഞാൻ വണങ്ങും ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ 20 പ്രത്യേകം. നമ്മുടെ ദൈവമല്ല, നമ്മൾ സൂക്ഷിക്കുന്നവനല്ല കേട്ടോ, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. നമ്മൾ ചുമക്കുന്നവനല്ല, നമ്മെ ചുമക്കുന്ന ദൈവമാണ്. സൃഷ്ടിയുടെ മണിമകളും പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയോയ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ അവനൂട്ടി അവനുറക്കി അവൻ സൂക്ഷിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. അതിന്റെ ഫലം സ്വതം ഭാഗ്യവശാൽ ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ശക്തിയോട് മുഴുവൻ വിളിക്കുക. മനുഷ്യ നിനക്ക് ആവശ്യം നീ വിളിച്ച ദൈവത്തെ അല്ല, നിന്നെ വിളിച്ച ദൈവത്തെ. നിനക്കാവശ്യം നീ സൂക്ഷിക്കുന്ന ദൈവത്തെ, നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തെ. നിനക്കാവശ്യം നിന്റെ ദാനം കൊണ്ട് കഴിയുന്ന ദൈവമല്ല, നിന്റെ മൂക്കിൽ ജീവശ്വാസം കൂടി അന്നവസ്ത്രാദി നന്മകൾ നിനക്ക് നൽകിയ ഒരു ദൈവമുണ്ട്. അവിടെയാണ് നിനക്ക് ആവശ്യം. നമ്മുടെ നാട് എന്ന് ഈ അന്ധകാലത്തിൽ വിടുവിക്കപ്പെടും. ഞാൻ ഈ നാട്ടിൽ നേരിടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ഒന്നിലധികം തവണ അവസാനിച്ചത്. നിങ്ങളവിടെ ഇല്ലാതെ എന്റെ കുഴപ്പമല്ല. ഈ യാത്രയെല്ലാം ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ടെങ്കിൽ ഈ തമിഴ്നാട്ടിൽ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തോട്. തമിഴ്നാട്ടുകാരൊക്കെ ഗൾഫാണ് നമ്മുടെ കേരളം. ഈ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നുണ്ട്. പാസ്റ്റർ പാരീസ് ഇഷ്ടപ്പെട്ട ദൈവത്തെ വാർത്ത കൈ കൊടുക്കുന്നതാണ്. ഏത് ദൈവത്തെ വേണമെന്ന് പറഞ്ഞാൽ വാർത്ത ഉടനെ കഴിഞ്ഞു. മാരിയമ്മ വേണം മാരിയമ്മ, മേരിയമ്മ വേണം മേരിയമ്മ, ഉണ്ണീശോ വേണം ഉണ്ണീശോ, വല്ലീശോ വേണം വല്ലീശോ. പറഞ്ഞാൽ മതി, ഉടനെ ഉണ്ടാക്കി തരും. ഞാൻ ഇങ്ങനെ കോട്ടയത്തോട്ട് പോകുമ്പോൾ ചങ്ങനാശ്ശേരിക്കപ്പുറം നിങ്ങളൊക്കെ പോയിട്ടുണ്ട് അറിയാം, വലിയ ആൽമരങ്ങളുണ്ട്. ആ ഒരാൽമരത്തിന്റെ ചുവട്ടിൽ ഇത്ര ഒത്തിരി ദൈവങ്ങളെ ഉണ്ടാക്കി. മാരിയമ്മ മേരിയമ്മ ഉണ്ണീശോ വല്ലീശോ എല്ലാ ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് ചാക്കിട്ട് ഇങ്ങനെ മൂടി വെച്ചിരുന്നതാണ്. മഴ നനയാതെ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഞാൻ ചിന്തിച്ചപ്പോ ദൈവം ഇവർക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല, ഏകോദര സഹോദരങ്ങളെ പോലെ അവരൊന്നിച്ചു പഠിക്കും. പക്ഷെ ഇവരെ ഓരോരുത്തർ വാങ്ങി ഓരോരുത്തർക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ദൈവം എല്ലാവർക്കും പോലെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമാർക്കില്ല. ഞാൻ സത്യം പറയാം, എന്ന് പറയില്ല. ഇത് വഴി ഒരുത്ത പല 2 ദൈവങ്ങളെ മേടിച്ചു. ചുമ്മാൻ വല്ല മേടിച്ച് വില വേശിയാ മേടിച്ച്. എടോ ഈ ദൈവത്തിന് ഇത്ര വിലയൊന്നും ഇല്ലല്ലോ, ഒത്തിരി വില കുറച്ചൊക്കെ കാണോ. എന്നിട്ടത് ഒരെണ്ണത്തെ അവരെടുത്ത് ഇങ്ങനെ കക്ഷത്തിൽ വെച്ച് ഒരെണ്ണത്തെ നടന്നു പോകുന്നതാണ്. ഞാൻ ദൈവത്തോട് ദൈവമേ ഈ മനുഷ്യന്റെ ഗതികയാണ്. അല്ലാതെ ഞാൻ ദൈവത്തെ കർത്താവേ ഞങ്ങളെ ഗതികേടിൽ വിടുവിച്ചല്ലോ. ഇവിടുത്തെ പല ദൈവങ്ങളും ഇതിന്റെ കക്ഷത്തിലൊന്നും ദൈവമാണ്.
ജീവനുള്ള സാധ്യതയുമാണ്. സേവിക്കാൻ കഴിഞ്ഞിട്ട് വലിയ ഭാഗ്യമാണ്. ഞങ്ങളുടെ ഒക്കെ വരുമ്പോ നിങ്ങളോട് പറയുന്ന സ്ത്രീവാണ് കുഞ്ഞേ, നിന്റെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം BSc നഴ്സാകാൻ കഴിയണം, എഞ്ചിനീയറാകാൻ കഴിയണം, ഡോക്ടറാകാൻ കഴിയണം, അമേരിക്കൻ കണ്ടുകൂട്ടാൻ കഴിയണം. നിനക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം വലിയ ഭാഗ്യമല്ല. ശക്തിയോട് ഞാൻ പറഞ്ഞ 10-15 കാര്യം ഓരോന്ന് പ്രസംഗിക്കില്ല, പക്ഷെ മറ്റേ കാര്യങ്ങളെ പഠിപ്പിക്കണം. അതിനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സേവിക്കുന്ന ദൈവം നാം ചുമക്കുന്നവനല്ല, നമ്മെ ചുമക്കുന്നവൻ. ആണോ? ആണോ? വായിച്ചു നോക്കി Isaiah chapter 46 verse 1 onwards. 46 ഒന്ന് വായിച്ചേ. 46 വിഷയം 46 വേഗത്തിൽ. യെസ്, വേഗം വന്നു. നെബോ കുനിയുന്നു അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തു കന്നുകാലികളുടെ പുറത്ത് കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും. അത് അവന്നെ അവൻ മനസ്സിലാക്കല്ല. അവണിയോ ഒരുപാട് വളർന്നു. അവർക്ക് ഭാരം കഴിപ്പാൻ കഴിയാതെ അടുത്ത വാക്യം വായിച്ചാൽ കൊടുക്കും. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബും ഇസ്രായേലിനും ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായി എല്ലാ വാക്കുകളും വാർഷിക്കപ്പെടും. ഞാൻ എന്നിൽ തന്നെ ഈ സേവിക്കുന്ന ദൈവം നീ ചുമക്കുന്നവനാണ്, എന്നെ ചുമക്കുന്നവനാണ് എന്ന് പറഞ്ഞ് എവിടെ മുതലാ നമ്മെ ചുമക്കാൻ തുടങ്ങി? എവിടെ മുതലാ? അമ്മയുടെ ഉദരം മുതൽ ഈ ഭൂമിയിലെ മുഴുവായവും അമ്മയുടെ ഉദരത്തിൽ ഒഴിവായപ്പോൾ അവനെ ചുമക്കാൻ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ അർത്ഥമുണ്ടാ. സംഘത്തിലെ പോലെ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ നിന്റെ കണ്ണല്ലേ കണ്ടു. ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. 26 സംഘം പറയുന്നു, നീയല്ലോ എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ. ബാല്യ മുതൽ നിന്റെ ആശ്രയം. അതുപോലെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സ്ത്രീ എപ്പോഴും നിന്നെ കുറിച്ചാണ്. എന്റെ പ്രശംസയും എന്റെ നാളം നിന്റെ സ്തുതി കൊണ്ടും നിറഞ്ഞിരിക്കും. ജനിച്ച് ജീവിക്കാൻ ദൈവത്തിനൊക്കെ ഭാഗ്യം തന്നോർമ്മ ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കും. ഓരോ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാൽ കൊണ്ടുകൊണ്ട് തുടങ്ങിയുമോ തന്നെ ഇവിടെ പാർക്കുമ്പോൾ വന്ന് ചുമക്കുന്നു. ഉലകം വിട്ട് ഉയരത്തിൽ കിടന്നാൽ അവിടെ തന്നെ അവൻ ചുമക്കും. എന്നെ അവൻ ചുമക്കും. ചുമക്കുന്നവനാ വിശ്വാസമല്ല. നിന്നെ മാത്രമല്ല കേട്ടോ, ഒരു പോയി എന്റെ ഭാരങ്ങളെയും അവൻ ചുമക്കുന്നു. എന്റെ ഭാരവും ചുമക്കുന്നു. അത് നിങ്ങൾക്കായി കരുതാകിയാൽ പക്ഷെ നമുക്ക് യോഗത്തിന് വന്നാലും ഇരിപ്പാം ഭാരം ചുമന്നുണ്ട്. പലതരം മണ്ടയ്ക്ക് കയറിയുന്ന ചുമന്നുണ്ടാവുന്നത് യോഗത്തിന് വരുമ്പോഴേ ഭാരം ചുമന്നുകൊണ്ടിരിക്കുക. ദൈവത്തെ ശ്രമിക്കാൻ കഴിയാം. ഈ മറ്റേവരാണ് ഈ പ്രാസംഗിക പ്രമുഖ. പ്രസംഗികർ എങ്ങനെയാണെന്നറിയാമോ? അല്ലല്ല വേണ്ട പ്രസംഗികൻ അനുഭവിക്കും. പ്രസംഗിയാന്മാർ പ്രസംഗപീഠത്തിൽ കയറുമ്പോഴുള്ള വാശനിച്ച് നമ്മൾ എടുത്തോണ്ടാണ് പോകും അല്ലേ? ഇട്ടുവാനും പോകും. ഇതുപോലെ നമ്മൾ വരുന്നുണ്ടെ പാലം വെക്കും, പോകുന്നുണ്ടെ ആ പാലം എടുത്തോണ്ട് പോകും.
നീ ദൈവത്തിന് വരുമ്പോൾ എന്റെ ഭാരം ഇവരിൽ ഇത് മാത്രമുള്ള കത്തുന്ന പരിശുദ്ധാത്മാവിന്റെ തീയിൽ എന്റെ ഭാരങ്ങൾ കത്തിയടിയണം. ശക്തിയോടെ അവന്റെ ഭാരം ചുമക്കുന്നവൻ എന്റെ ലയിലെ മുടികളുമെല്ലാം പാട്ടെത്ര വിശ്വസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുന്ന പാട്ട് പലതും നമ്മൾ വിശ്വസിക്കാറുണ്ടോ? നമ്മൾ വിശ്വസിച്ചോണ്ടാ പാടുന്നെങ്കിൽ ഇങ്ങനെ പാടൊക്കെ പോകും. ഞാൻ മറ്റൊരു DVD കൊണ്ടുവന്നുണ്ട്. ഈ പാട്ട് ഭക്തരും വീട്ടിലെ ഭക്തരുമായൊക്കെ ചേർന്നാണ് നിങ്ങൾക്ക് ഈ പാടിയത് കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകില്ല. പാടിയത് കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകുമെങ്കിൽ യേശുദാസ് ആദ്യം പോകണം, അല്ലേ? ജനങ്ങൾ പോകണം, പണം ചേരാൻ പോകണം. നമ്മളെക്കാൾ എത്ര മനോഹരമായ കാര്യമാണ് പാട്ടിന്റെ അർത്ഥം പറഞ്ഞു പാടണം. സ്വന്തക്കോസ്തുകാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലില്ല, പറ്റി കുഴപ്പം അർത്ഥം അറിയാതെ അത് വിളിച്ചു പറയാം. അയ്യോ സ്വന്തം ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ പാട്ടുണ്ട്, വായ്പ വാങ്ങാൻ കടം മേടിച്ചോ കേൾക്കല്ല തീരണം. ഞാനൊരാളെ പ്രസംഗിച്ചു, ഇവിടെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ കൃപയിലായിരിക്കുന്നത്. അപ്പൊ പുറകെ നിന്നിട്ട് പറഞ്ഞു, നീ കൃപയിലല്ല നിൽക്കുന്നത്, എന്നോട് കടം വാങ്ങിയ ശൂഷിലാണ് നിൽക്കുന്നത്, എന്റെ കാര്യം തന്നെ. നമ്മുടെ ജീവിതവും പാട്ടോട് ഒന്നിച്ചു പോകണം. പാടിയ പല പാട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കണം. വിളിക്കുന്ന ആരെങ്കിലും ദൈവത്തിനോട് സംസാരിക്കണം. ദൈവം നിന്നോട് സംസാരിക്കുന്നത് ദൈവാത്മാവിനോട് പറയാൻ പറയല്ല. അന്യഭാഷയുടെ അകമ്പടിയോടുള്ളത് മാത്രമേ ദൈവം ചിന്തിക്കരുത്. ദൈവത്തിന് പറഞ്ഞാൽ ഒറ്റ വാക്കിനോട് സംസാരിക്കണം. ഈ ഭാരപ്പെട്ടി ഓടി വരുമ്പോൾ വിളിക്കുന്ന ഒരു ഭാവപ്പെട്ട ദൈവമില്ല. ഒരു സഹോദരൻ സഹോദരി പാടുന്ന പാട്ടിന്റെ സ്റ്റാൻസായി നിനക്കുള്ള ദൂത് അടങ്ങിയിരിക്കും. വിശ്വാസമുണ്ടെന്ന് തോന്നുന്നു. നിനക്ക് വേണ്ടി ഒരു സഹോദരൻ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വാചകത്തിൽ നിന്നോട് സംസാരിക്കണം. ഈ പാട്ട് എന്താ പാടിയത്? എന്താ ലയിലെ മുടികളുമെല്ലാം ഒന്നയമ്മവേ ഒന്നരില്ലാത്തോ ഈടെങ്കിൽ ഒന്നറിഞ്ഞേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തലയിലെ മുടിയെണ്ണി എത്ര ആളുകൾ തുറക്കുന്നു കേട്ടോ? തലമുടി എണ്ണി എത്ര ഉണ്ട്? രസമായിട്ടുണ്ട്. പുറമീന്റെ കാലടികളെ എണ്ണുന്നു, എന്റെ പാപത്തിന്മേൽ വിധിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, കാൽപാദം എണ്ണി എത്ര പേരുണ്ട്? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക ചോദിച്ചു. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്ര നടന്നു. ഇന്ന് രാവിലെ മുതൽ കാൽപാദം എണ്ണി എത്ര പേരുണ്ട്? അന്ന് രാവിലെ മുതലല്ല, ദൈവം ആരംഭിച്ചു വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ കാൽപാദ വണ്ടി കൂടുതൽ നീ എവിടെയൊക്കെ പോയെന്നെ അർത്ഥം അറിഞ്ഞുകൂടാ, എന്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, എന്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, എന്റെ ഭർത്താവിന് അറിഞ്ഞുകൂടാ, എന്റെ സഹവിശ്വാസിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ സകല വഴിയും കൈവശമുള്ള ഒരു എന്തറിയില്ലേ മുടികളെല്ലാം ആരതി അറിയുന്നു. തലയിൽ എത്ര മുടികളൊക്കെ അറിയാമോ? അറിയോ? ഞാനിവിടെ ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ അതിരിക്കുന്നു. പ്രായപൂർത്തിയായ ഒരാളുടെ തലയിൽ 3 ലക്ഷം തലമുടിക്കാരുണ്ട്. എന്ന് പറഞ്ഞ എത്ര? 3 ലക്ഷം. എന്റെ പ്രിയപ്പെട്ടവരെ, 3 ലക്ഷം തലമുടി 4 താഴെ വീണ
എന്റെ കർത്താവ് ഒരു തല മാത്രമാണ് അതിന്റെ തലവേദന ദൈവത്തിന് അടിപൊളി. 3 ലക്ഷം തലമുടി നാളുകൊണ്ട് എന്റെ ദൈവം അറിയാം. ഒരു ഹൃദയം മാത്രമാണ് അതിന്റെ ഹൃദയത്തിന്റെ വേദനകൾ അടിപൊളി. 3 ലക്ഷം തലമുടി നാളുകൊണ്ട് ദൈവം അറിയുന്നു. ഒരു വയറ് മാത്രമാണ് അതിന്റെ വയറിന്റെ വിശപ്പന്റെ ദൈവത്തിന് അറിയുന്നു. ഹൃദയഭാരങ്ങൾ അറിഞ്ഞുകൂടെ വിശ്വാസത്തോടെ കയ്യിൽ നീട്ടി പിടിച്ചാൽ സാത്താൻ കേൾക്കുന്ന പാടാൻ കഴിയുമോ? എന്നാൽ എന്നെനിക്ക് വന്നതല്ല സംഗീതമാണ്. എന്റെ കർത്താവാണ് അവൻ അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കുന്നത് വിശ്വസിക്കുന്ന ശക്തിയോടെ ആരാധിക്കുന്ന നമ്മുടെ ദൈവം നാം നിർമ്മിച്ച ദൈവമല്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ വായിച്ച ഒരു കാര്യമുണ്ടല്ലോ, സിംഹാസനങ്ങളാകട്ടെ, ആഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം. ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിച്ചാൽ ഞാൻ വേഗത്തിൽ നിൽക്കും. സന്തോഷമാണോ? ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞു. ഒരു വലിയ മർമ്മം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. ഈ യൂണിവേഴ്സ് ഭരിക്കുന്നത് 3 ഘടകങ്ങളാണ്. 3 ഫാക്ടറികളാണ് യൂണിവേഴ്സ് നിൽക്കുന്നത്. ഒന്ന് പവർ, 2 അതോറിറ്റി, 1 സോവറിറ്റി, 1 ശക്തി, 2 അധികാരം, 1 പരമാധികാരം. ശക്തി, അധികാരം, പരമാധികാരം. ശക്തിയും അധികാരവും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്.
പരമാധികാരം നമ്മുടെ ദൈവത്തിനുള്ളത്, സാവാർണിച്ച് ദൈവത്തിന്. മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ കുറെ നാൾക്ക് 20 കോടി രൂപ മുടക്കിയ ഒരാൾ വീട് വെച്ചു. 20 കോടി. മനോരമ ഫോട്ടോ 20 കോടി വീട്. ഞാൻ അതിലാണെങ്കിൽ ഇങ്ങനെ എഴുതി എല്ലാവരും പ്രാർത്ഥിച്ചു. 20 കോടിയുടെ വീട് നീ വെച്ചു. പക്ഷെ അതിൽ ഒരു രാത്രി നീ ഉറങ്ങണോ എന്ന് എന്റെ ദൈവം തീരുമാനിക്കും. മനസ്സിലാകുന്നുണ്ടോ? 68 ലക്ഷം രൂപ ഈ രാത്രി നിങ്ങളുടെ ബാങ്കിലുണ്ടായിരിക്കാം. പക്ഷെ അതിൽ 1 രൂപ നീ അനുഭവിക്കണോ എന്ന് എന്റെ ദൈവം തീരുമാനിക്കും. 9 ലക്ഷം കുഞ്ഞിന്റെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത്1 രൂപ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അമ്പുരാൻ വിചാരിച്ചാൽ ഒറ്റ ആഴ്ച കൊണ്ടതില്ലാതെ ഒന്നും കണ്ട് പുകഴരുത്, പ്രശംസിക്കരുത്. ദിവസം ഞാൻ കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറയാം. നമ്മുടെയൊക്കെ ആരോഗ്യം പല ദിവസമാണ്. സൗന്ദര്യം പോരാത്തവരാണ്, ശക്തി പോരാത്തവരാണ്. നമ്മുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് 10 ദിവസം വേണ്ട, 10 മണിക്കൂർ വേണ്ട, 10 മിനിറ്റ് വേണ്ട. അധികാരം ദൈവത്തിനറിയാം, പരമാധികാരം ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ. ഞാൻ അതിലേക്ക് കടക്കും മുമ്പ് ഈ ശക്തിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ ശക്തി അധികാരമുണ്ട്. ശക്തി ലോകത്തിലെ വൻ ശക്തിയാണ് നിങ്ങളുടെ പാടുന്ന രാജ്യം. ശക്തി അധികാരം. ശക്തിയാണോ വല്ല അധികാരമാണോ വല്ല? അതെ, രണ്ടുപേര് വന്നു. ശക്തി എന്ന് പറഞ്ഞു അധികാരം. സഹോദരന്മാർ കൂടുതൽ അധികാരത്തിൽ വിശ്വസിക്കുന്നില്ല. അതാണ് തിരിച്ചാ വരേണ്ടത്. ഭക്തി അവരാ പറയണത്. നിങ്ങൾ അധികാരം പറ. ഇവിടെ അങ്ങനല്ലേ, നിങ്ങളല്ലേ അധികാരം കേട്ടില്ലല്ലോ. ശക്തിയാണോ അധികാരമാണോ വരുന്നത്? പറയാം. നമ്മുടെ റോഡിലൂടെ അവർ ഈ ഒരു ട്രക്ക് പോവുകയാണ്. ഈ ട്രക്ക് കണ്ടിട്ടില്ലേ? കൊച്ചുമട്ടാരോട് വലിയ ട്രക്ക്, ഒരു 50 ടൺ ലോഡ് കയറ്റിയുള്ള ട്രക്ക്. കപ്പട വിഷക്കാരൻ കമ്പൻ തടിയൻ ഓടിച്ചോണ്ട് വരാം. അപ്പൊ ഈ വലിയ ട്രക്കിംഗ് കൊണ്ട് വരുമ്പോ ഇതെല്ലാം പോലീസുകാരാണ് അവിടെ നിന്നാണ്ട് എന്ന് കാണിക്കുമ്പോ ഈ കപ്പടാഭിഷക്കാർ ഓടി വരുന്ന സ്കൂട്ടൻ ട്രക്ക് അവിടെ ഞാൻ ഇരിക്കും. ഈ പോലീസുകാരനെ ഇടിച്ച് തെളിപ്പിച്ച് ചമ്മന്തി പരിപാടി അരച്ചു പോകാനുള്ള ശക്തി ട്രക്കിനുണ്ട്. അത് അധികാരം പോലീസുകാരൻ. ഇനിയും പറഞ്ഞ ശക്തിയാണോ വലുത് അധികാരമാണ്? ഉറക്കം പറ അധികാരമോ വലുത്? അധികാരമോ വലുത്? അധികാരമോ വലുത്? ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, അധികാരമോ വലുത്? ഇപ്പോൾ വന്ന ദൈവമെങ്കിൽ പിശാചിന് ശക്തി ഉണ്ടായിരിക്കാം, എന്നാൽ അവൻ തന്നെ കണ്ട ദൈവത്തിന് അധികാരമുണ്ട്. എനിക്ക് തോന്നുന്ന സ്നേഹിതം എത്തിക്കൊണ്ട് പ്രാർത്ഥന കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ശക്തിയോടെ പ്രസംഗിക്കുക. അതാണ് ആള് കാണുമ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകുന്ന നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ശക്തിയോടെ ദൈവത്തിന് സ്വന്തം പറയാതെ ശക്തിയാണോ അധികാരമാണോ പറയാം. പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും മനുഷ്യനാണ്, ഇന്ത്യൻ പ്രസിഡന്റും മനുഷ്യനാണ്. പക്ഷെ എനിക്കില്ലാത്തൊരു കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട്. അതോടെ അവര് മാർഷൽ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വരുന്നതാണ് നാവിക സേനാംഗങ്ങൾ മാർഷയാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യേണ്ട സേനാംഗങ്ങൾ പോയി അറ്റാക്ക് ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തിയുടെ അധികാരം നിങ്ങളുടെ രാജ്യത്ത് പ്രസിഡന്റ് ജോർജ് ബുഷുണ്ട്. ഇന്ന് 11:50 ഇറാനെ ആക്രമിച്ച് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കണമെന്ന് അദ്ദേഹം ഒരു ഓർഡർ ഇട്ടാണ്.
സത്യനാസങ്ങൾ വല്ലാനിമാസങ്ങളൊക്കെ കിടക്കുന്ന അവിടെ കുറ്റൻ വിമാനം വാങ്ങിയുണ്ട്. വിമാനങ്ങൾ പറഞ്ഞ് ഇറാന്റെ ആകാശത്തെ പോകണം, ഇപ്പൊ തന്നെ പോകണോ, നാളെ ആരും പോരായോ എന്ന് ചോദിക്കാൻ നിൽക്കാനില്ല, ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പൊ എന്തായാലും പോകാനായിരുന്നു ഞാനിവിടെ കൊണ്ട് അറ്റാക്കെന്നോ മാർച്ചെന്നോ ഞാൻ മാർച്ചിട്ടൊന്നുമില്ല. അത് എനിക്കെന്തോ ഇല്ല. ഒന്ന് പറ, എനിക്ക് അധികാരമുണ്ട് ഞങ്ങളെ വീട്ടിൽ. ഇത് പറയാം. എന്നാ ഞാൻ അവിടെ ചോദിക്കട്ടെ, ബിൽ ക്ലിന്റൺ ഇപ്പൊ മാർച്ചോട് പറഞ്ഞ പോലെ മാർച്ച് ചെയ്യും ഒന്ന് പറയാം. എന്തായാലും പണ്ട് അധികാരം ഇപ്പൊ അധികാരം ഇതാണ്. 2ാം ക്ലാസ്സൊക്കെ പാസ്സായ അഭിഷക്തന്മാരെ യേശുവിന്റെ നാമത്തിൽ വിട്ടുവോ പിശാചേ എന്ന് പറയുമ്പോൾ പിശാച് അലറി ഓടും. MD-യും PhD ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ കാസ്റ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇരുന്നത് ആക്കാൻ പറയാം. ആദ്യം ഇയാൾ പോകും, പിന്നെ ഞാൻ പോവാം. നീ ആരും അവനറിയാം. കാരണം മാത്രമല്ല, ഇപ്പൊ ചില പണ്ട് ഭക്തനെ കണ്ടാൽ സാത്താനോട് കണ്ടു, ഇപ്പൊ സാത്താനെ കാണുമ്പോഴെ ബന്ധവുമില്ല. അവരുടെ കൈക്കൊന്നും പോയി നിന്നുകളല്ല, കുറവില്ലാതെ അഭിഷേകവും വിശുദ്ധിയില്ലാത്തവരും നിന്ന് കളയുന്നത്. ഞാൻ വിളിച്ചു പറയാം, നിന്റെ വോട്ടും നിന്റെ സൂട്ടും നിന്റെ കൈയും നിന്റെ വലിയ വേദശാല ഡിഗ്രി ഒന്നും സാത്താനീഷല്ല. നിന്റെ പേര് അഭിഷേകം വ്യാപരിക്കണമേ, നിന്റെ ദൈവശക്തി വ്യാപരിക്കണമേ. അധികാരം വന്ന് നീ മനസ്സിലാക്കണം. നീ പ്രാർത്ഥിച്ചിരിക്കുന്ന അന്യഭാഷ, നീ ഭാവിച്ച അന്യഭാഷ, അതിനുള്ള അധികാരമുണ്ടെന്ന് നോക്കണം. അഭിഷേകത്തിനുള്ള അധികാരമുണ്ടെന്ന് നോക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ സകലബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം നൽകുന്നു. ഇതിന്റെ രാത്രി ഞാൻ കാര്യം പറയാം. 100 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമുണ്ട്. അവർക്ക് ഏറ്റവും വലിയ സൈന്യശക്തിയുടെ മേൽ അമേരിക്കൻ പ്രസിഡന്റ് അധികാരമുണ്ട്. ഇവരുടെ മേലൊക്കെ പരമാധികാരമുള്ള ഒരുവനുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ഓടിടുന്ന ജോർജ് ബുഷിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അന്തപുരത്തിൽ ചെന്ന് 11/9 മരണത്താൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരുവനുണ്ട്. ശക്തിയുള്ള ദൈവത്തെ സംസാരിക്കുന്നത് ഈ വലിയ നീ സേവിക്കുന്ന ദൈവം നീ നിർമ്മിച്ച ദൈവമല്ല, നിന്നെ നിർമ്മിച്ച ദൈവമാണ്. ശക്തിയോട് സ്തോത്രം പറഞ്ഞാൽ നിന്റെ പ്രശ്നം തന്നിരിക്കുന്ന നിന്റെ ഭാരമുള്ളത് ജഗത്തിരിക്കുന്ന ഭാരമറിയാത്തപ്പോൾ വാക്യം വായിച്ചിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന നിർത്താൻ തോന്നുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം വലിയ മർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Revelation chapter 4:11. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11. കർത്താവേ നീ സകലവും സൃഷ്ടിച്ചവൻ. ആരാധിക്കുന്നതൊക്കെ നോക്കണം, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി സൃഷ്ടിക്കപ്പെട്ടു. ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുക. എത്ര സാധനം പറയാം. ദൈവം സകലവും സൃഷ്ടിച്ചു. ആരാധനയ്ക്ക് യോഗ്യൻ സൃഷ്ടിതാണോ? ഈ എന്തുകൊണ്ട് അവനെ ആരാധിക്കുന്നത്? അതുകൊണ്ട് ആരാധിക്കുന്നത് നമ്മളെ തന്നെ നിർമ്മിച്ചു. 148 വേദത്തിൽ 148 വായിച്ചിട്ട് അടക്കി 5 വരെ വാക്യം വായിച്ചിട്ട് വെച്ചു. 148 സംഘം 1 വാക്യങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? 148 അവനെ സ്തുതിപ്പി, അവനെ സ്തുതിപ്പി, സ്തുതിപ്പി, അവനെ സ്തുതിപ്പി, അവനെ സ്തുതിപ്പി,
അവനെ സ്തുതിപ്പി, ആകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ള അവനെ സ്തുതിപ്പി. ആ സ്വർഗ്ഗാധിപത്യവും ആകാശത്തിന്റെ മീതെയുള്ള വെള്ളവും ആ, അവനെ സ്തുതിപ്പി. അവൻ കൽപ്പിച്ച എന്തുകൊണ്ട് സ്തുതിക്കണം? പറ, എന്തുകൊണ്ട് സ്തുതിക്കണം? എന്താ? അവൻ കൽപ്പിച്ചിട്ട് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ അവനെ സ്തുതിക്കണം, ആകാശത്തെ സ്തുതിക്കണം, സർവ്വതവനെ സ്തുതിക്കണം, സൂര്യന്മാരെ സ്തുതിക്കണം, നക്ഷത്രവനെ സ്തുതിക്കണം, ഇത് മുഴുവനെ സ്തുതിക്കണം. കാരണം അവൻ കൽപ്പിച്ചിട്ട് അവൻ എത്തിക്കപ്പെട്ടു. എന്തുകൊണ്ട് നീ അവനെ സ്തുതിക്കണം? അതാ അവൻ കൽപ്പിച്ചിട്ട് എത്തിക്കപ്പെട്ടു. ദൈവം ഇതിനെ ഈ പ്രപഞ്ചം മുഴുവൻ അവനെ സ്തുതിക്കുന്നത് അവൻ കൽപ്പിച്ചിട്ട്. ഈ പുസ്തകത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ അവനെ സ്തുതിക്കുന്നത് അവൻ കൽപ്പിച്ചിട്ട് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നീ അവനെ സ്തുതിക്കാൻ കാരണം ഒന്നു മാത്രമല്ല, നീ അവനെ സ്തുതിക്കുവാൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന് പറയാവോ? ഒന്ന് അവൻ നിന്നെ നിർമ്മിച്ചു, രണ്ട് അവൻ നിന്നെ വീണ്ടെടുത്തു. എനിക്കിങ്ങനെ പ്രസംഗിക്കാനറിയില്ല. നീ അവനെ സ്തുതിക്കുവാൻ രണ്ട് കാര്യം. ഒന്നവൻ തന്നെ നിർമ്മിച്ചു, രണ്ടവൻ തന്നെ വീണ്ടെടുത്തു. എങ്ങനെയാ വീണ്ടെടുത്തത്? എങ്ങനെയാ വീണ്ടെടുത്തത്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് പൊന്ന്, വെള്ളി, മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു യേശുവെന്ന നിർവസ്ത്രവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ കരയെത്തിക്കൊണ്ടുവരാം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയാമോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു. പിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ തമ്പുരാൻ ചെലവായ തുകയറിഞ്ഞാൽ നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഈ ശരീരം കൊണ്ട് അവനെ മഹത്വപ്പെടുത്തു. ഞാൻ വിളിച്ചു പറയുന്നത് പ്രപഞ്ചം മുഴുവൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്ന അവൻ അവിടെ സൃഷ്ടികളായതുകൊണ്ടാണ്. ഈ ഹോളിൽ വന്ന ദൈവത്തെ നീ അവനെ ആരാധിക്കാൻ രണ്ട് കാര്യമുണ്ട്. ഒന്നവൻ തന്നെ നിർമ്മിച്ചു, രണ്ടവൻ തന്നെ വിലയ്ക്കുക. എങ്ങനെ വിലയ്ക്കുവാൻ? അവന്റെ ചോര കൊണ്ട് വിലയ്ക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിപ്പാൻ ദൈവത്തിന് ചെലവായത് കേവലം വാക്കുകളായി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അനന്തവിഹായസിൽ പറക്കുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ അഴിക്കടിയുടെ ഊരിട്ട് പോകുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ സകല രാജചിന്തകളും ഉണ്ടായി വന്നു. നഷ്ടപ്പെട്ട മനുഷ്യ, നിന്റെ ഇവന്റെ മുന്നെടുക്കുവാൻ ദൈവത്തിന് ചെലവായത് കേവലം വാക്കുകളല്ലായിരുന്നു, തന്റെ പുത്രന്റെ ചോരയാണ്. വിലയേറിയ ശക്തിയോട് ഞാൻ ഉയർത്തിയിരിക്കുന്ന സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടി, ഒരു പാട്ടിന് വളരെ പ്രസംഗത്തെക്കാൾ ശക്തിയുണ്ട്. വീണ്ടെടുപ്പിക്കാനും പാടും ഞാൻ സിയോനിൽ, വീണ്ടെടുപ്പിക്കാനും പാടും ഞാൻ സിയോനിൽ, വീണ്ടും പാടാം വീണ്ടും പാടാം. നിങ്ങൾക്കറിയാമോ അതിന്റെ
പല സ്റ്റാൻസുകളും ഈ കരയാൾ പാടാൻ കഴിയും. സിയോണിൽ എനിക്ക് അങ്ങോട്ടല്ല, സിയോണിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ജീവൻ കിട്ടുന്നു ഈ അവസ്ഥ ഞാൻ ധരിച്ചു പറയുവാൻ അനുസരിച്ച ദൂതനായി കിപ്രിയെ ഇവിടെ വന്നാൽ, മീഖായിൽ ഇവിടെ വന്നാൽ അവർക്ക് പാടാൻ ഒറ്റ പാട്ടുകൾ. എല്ലാ പാട്ട് സൃഷ്ടിപ്പിന്റെ കാലം ഞങ്ങളെ നിർമ്മിച്ചു. വീണ്ടെടുപ്പിന്റെ കാലം പാടാൻ ഗബ്രിയേൽ മീഖായിൽ കഴിയുന്നില്ല. വീണ്ടെടുപ്പിന്റെ കാലം പാടാൻ നിനക്ക് വിളിക്കുവാൻ അവകാശം. പാട്ടുപാടിയ ശേഷം ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നതാണ്. ശക്തി പാടുന്ന നിങ്ങളിവിടെ വിട്ടുപോകുന്ന വിടുന്നവരെ പാട്ടുപാടി സ്വാഗതം ചെയ്യാം. ഞാൻ